ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് താരനുണ്ടല്ലോ, നമ്മുടെ തലയിലൊക്കെയുള്ള താരൻ പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് 2 സാധനങ്ങൾ മതി: കോഴിമുട്ടയും നമ്മുടെ കറ്റാർ വാഴയും. അപ്പം അവനവൻ്റെയൊക്കെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 7 രൂപ കൊടുത്താൽ മുട്ട കിട്ടും, അത് വാങ്ങിക്കുക. അതേപോലെ മുട്ടയുടെ വെള്ള ഇതേപോലെ മുട്ടയുടെ മഞ്ഞയൊന്നും വീഴാതെ കറക്റ്റായിട്ട് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മുട്ടയൊക്കെ എടുക്കേണ്ടി വരും. അത് പിന്നെ എൻ്റെ തലയിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ മുട്ടയുടെ വെള്ള എടുക്കുക. അത് കഴിഞ്ഞിട്ട് കറ്റാർ വാഴ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാനിനി പ്രത്യേകിച്ച് കാണിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ച് അതിൻ്റെ അടുത്ത് സഹതാപം വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ രണ്ടായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് തലയിൽ തേക്കാനല്ല, ഇതിനെ കൊണ്ടുപോയി നിങ്ങൾ മിക്സിയിൽ അരച്ചത് ഇതേപോലെ മിൽക്ക് ഷേക്ക് പോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് വെൽ, ഓക്കെ. ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പ്രാന്തിയെ പോലെ വന്നിരുന്നിട്ട് നിങ്ങൾ നല്ലപോലെ മുടിയുടെ കെട്ടൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണം. നമ്മൾ എന്ത് കിടുമണി സാധനങ്ങൾ തലയിൽ തേക്കാൻ പോയാലും ശരി തന്നെ നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. നേരെ വര എടുക്കാൻ അറിയാവുന്നവർ നേരെ വര എടുക്കുക, സൈഡിൽ നിന്ന് എടുക്കാൻ അറിയാവുന്നവർ സൈഡിൽ നിന്ന് എടുക്കുക. എനിക്ക് പിന്നെ ശീലമായതുകൊണ്ട് ഞാൻ നേരെ അങ്ങനെ വരയെടുത്തിട്ട് 2 സൈഡിലോട്ടും മുടി മാറ്റിയിട്ടിട്ടാണ് ഈ സംഭവം തേച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിങ്ങനെ എടുത്ത് കഴിക്കാനുള്ളതല്ല, വയറ്റിൽ നിന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിക്ക് തലയിൽ ഈ വരയെടുത്ത ഭാഗത്തും നെറുവൻ തലയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടുന്ന് ഇവിടുന്നും ഒക്കെ മുടി മാറ്റിയിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ കാണുന്നവർ, നമ്മുടെ ഈ ഹോം റെമഡി കാണുന്നവർ വലിയ കാശുകാരൊന്നും അല്ലെന്ന് എനിക്കറിയാം. കാരണം പൈസയൊക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ നിങ്ങൾ വല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തതൊക്കെ മാറ്റും. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഹോം റെമഡീസൊക്കെ തപ്പുന്നവർ സാധാരണയുള്ള ആളുകളായിരിക്കും, എന്നെപ്പോലെ. അപ്പോൾ ഇതേപോലുള്ള സാധാരണ രീതിയിലുള്ള സംസാരമായിരിക്കും നിങ്ങൾക്കിഷ്ടം. അതുപോലെ തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ആദ്യത്തെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യം തേച്ച് മാസത്തിലൊരു 4 തവണയൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടും. 2 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു രീതിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. താരനൊക്കെ നല്ല രീതിക്ക് മാറും. എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ അവസാനത്തെ തുള്ളിയും എടുത്തിട്ട് തലയിൽ പൊത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ കുറേ നേരം ഇരിക്കുക കേട്ടോ, ഒരു 20 മിനിറ്റ്. പിന്നെ പ്രതിമയെ പോലെ ഇരിക്കാനല്ല, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരുന്ന് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. പോയി കുളിക്കണം കേട്ടോ. അപ്പം ഇവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുളിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല കല്യാണത്തിനും ആയിരിക്കുമെന്ന്. അല്ല കേട്ടോ, റേഷൻ കടയിൽ റേഷനരി വാങ്ങിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങളും പോയി കുളിച്ചോ, ഞാൻ പോയി അരി വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.